السلام عليكم ورحمة الله وبركاته. الحمد لله غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير. هو الأول والآخر والظاهر والباطن وهو بكل شيء عليم. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم. ربنا وادخلهم جنات عدن التي وعدتهم ومن صلح من آبائهم وأزواجهم وذرياتهم إنك أنت العزيز الحكيم. وقهم السيئات ومن تق السيئات يومئذ فقد رحمته وذلك هو الفوز العظيم. പ്രിയമുള്ള സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ രഹസ്യ പരസ്യ ജീവിതത്തിൽ സൂക്ഷ്മതയോടുകൂടി ആവും വിധം തഖ്വയോടുകൂടി ജീവിതത്തിൽ പാലിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഈ ഭൂമിയിൽ ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട് രോഗത്താൽ. പലരും ഭൂമിയിൽ നിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ വെള്ളിയാഴ്ച വരെ ഉള്ള ദിവസങ്ങളിൽ നമ്മുടെ പല ബന്ധുക്കളും കുടുംബങ്ങളും സുഹൃത്തുക്കളുമൊക്കെ യാത്രയായി. അങ്ങനെ യാത്ര പോയവരും രോഗികളായി കഴിയുന്നവരുമൊക്കെ എന്നോടും നിങ്ങളോടുമൊക്കെ പ്രാർത്ഥിക്കാൻ ഒരുപാട് ആളുകൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവരുടെ എല്ലാം ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും റഹ്മാനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കോടതിയിൽ കഠിനകഠോരമായ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗപ്രവേശനം കുടുംബസമേതം ലഭ്യമാവുകയും ചെയ്യുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഞാൻ ഖുത്ബയുടെ മുഖവുരയിൽ ഒരുപാട് ആളുകൾ നമ്മോട് വസിയത്ത് ചെയ്തതിൻ്റെ പ്രകാരം ഞാൻ പ്രാർത്ഥിച്ചു. എന്നാൽ നമ്മളാരും വസിയത്ത് ചെയ്യാതെ, നമ്മളാരും ആവശ്യപ്പെടാതെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം ആളുകളും ഈ ലോകത്തുണ്ട്. നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല, നമ്മൾ ആഗ്രഹിച്ചിട്ടുമില്ല, പക്ഷേ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ നമ്മളെപ്പോലെ അശുദ്ധ മനസ്സുള്ളവരോ അല്ലെങ്കിൽ ആരെങ്കിലും കേൾപ്പിക്കുവാനോ ആരെങ്കിലും കാണിക്കുവാനോ വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയല്ല. മറിച്ചവർ അള്ളാഹുവിനോട് ഏറ്റവും മുഖർറബുകളായ അള്ളാഹുവിൻ്റെ മലക്കുകളാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് ഇബാദുൻ മുക്രമുന്ന, അള്ളാഹു ആദരിക്കപ്പെടുന്ന, അള്ളാഹുവിനോട് ഏറ്റവും
ഒത്തു നിൽക്കുന്ന അള്ളാഹുവിൻ്റെ മലക്കുകളാണ് സത്യവിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി നമ്മളാരും ആവശ്യപ്പെടാതെ നമ്മളാരും വസിയത്ത് ചെയ്യാതെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാതെ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായ മലക്കുകൾ. അവരെ സംബന്ധിച്ചുള്ള അവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് മുഖവുരയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിക്കേൾപ്പിച്ച സൂറത്ത് ഗാഫിറിലെ ആദ്യ ഭാഗം. ഏകദേശം ഗാഫിറിൻ്റെ 5-ാമത്തെ ആയത്തായിരിക്കും. അപ്പം നമുക്ക് നോക്കാം. അള്ളാഹുവിൻ്റെ മലക്കുകൾ എന്ന് പറഞ്ഞാൽ ആദ്യം അവരാരാണെന്നൊന്ന് പഠിക്കണം. അള്ളാഹു പറയുന്നു, ലാ യഅസൂന അല്ലാഹ മാ അമറഹും, അള്ളാഹു എന്തൊന്ന് അവരോട് കൽപ്പിച്ചുവോ അതിലൊരു നിലക്കുമുള്ള പോരായ്മകൾ വരുത്താത്ത, ഒരു നിലക്കുമുള്ള അനുസരണക്കേട് കാണിക്കാത്ത, വയഫ്അലൂന മാ യുഅ്മറൂൻ, എന്ത് അള്ളാഹു കൽപ്പിച്ചുവാലും അത് പ്രവർത്തിക്കുന്നവർ. അത്രയും വിശിഷ്ടരായ മലക്കുകളാണ് അവരുടെ പ്രാർത്ഥനയാണ്. എന്നാലോ വിശുദ്ധ ഖുർആൻ സൂറത്ത് ശൂറായിൽ പറഞ്ഞു, വൽ മലായികത്തു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, മലായിക്കത്തുകൾ സദാസമയവും അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നവരും അള്ളാഹുവിന് തഹ്മീദ് ചെയ്യുന്നവരുമാണ്. സുബ്ഹാനല്ലാഹ് വബിഹംദിഹി എന്ന് നിരന്തരമായി രാവും പകലും ഇടതടവില്ലാതെ അള്ളാഹുവിനെ വാഴ്ത്തിപ്പുകഴ്ത്തുന്ന വിഭാഗം ആളുകളാണ് മലക്കുകൾ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅവത്തുൽ മലായികത്തി മുസ്തജാബ, മലായിക്കത്തുകളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നതാണ്. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പം ആർക്ക് വേണ്ടിയാണ് അവർ പ്രാർത്ഥിക്കുക? അതും നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. തസ്ബീഹും തഹ്മീദും സദാസമയവും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മലക്കുകൾ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ്. ശുദ്ധ ഖുർആൻ പറയുകയാണ്, അല്ലദീന യഹ്മിലൂനൽ അർശ്. ആരാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അറിയാമോ? അള്ളാഹുവിൻ്റെ മഹത്തായ സിംഹാസനം വഹിക്കുന്ന മലക്കുകൾ. അല്ലദീന യഹ്മിലൂനൽ അർശ്, അർശിനെ വഹിക്കുന്ന മലക്കുകൾ. വമൻ ഹൗലഹു, അർശിന് ചുറ്റും ഉള്ള മലക്കുകൾ. അർശിന്റെ ചുറ്റും മലായിക്കത്തുകളുണ്ട്, അർശ് വഹിക്കുന്നവരായ മലക്കുകളുണ്ട്. ഇവരൊക്കെ അള്ളാഹുമായി ഏറ്റവും അടുക്കപ്പെട്ടവരാണ്. അവരെ പറ്റി അല്ലാഹ് പറയുന്നു, യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അവരവരുടെ റബ്ബിനെ നിരന്തരമായി തസ്ബീഹ് ചെയ്യുന്ന, അതായത് സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി എന്ന് നമ്മൾ റുകൂയിലും സുജൂദിലും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ആ പ്രാർത്ഥന നിരന്തരമായി അള്ളാഹുവിൻ്റെ അർശിന്റെ അടുത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ അർശ് വഹിക്കുന്നവരും അള്ളാഹുവിൻ്റെ അർശിന്റെ ചുറ്റുമുള്ള അള്ളാഹുവിൻ്റെ മുഖറബുകളായ മലക്കുകൾ അങ്ങനെ ചെയ്യുന്നവരാണ്. വയുഅ്മിനൂന ബിഹി, അവർ അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസമാണ്. ഒരു നിലക്കും ഒരു തെറ്റും ജീവിതത്തിൽ ശിർക്കിന്റെ ഒരു അംശം പോലും ഇല്ലാത്ത, ഒരു നിലക്കും അള്ളാഹു അല്ലാത്തവരെ കുറിച്ചൊരു ചിന്ത പോലും ഇല്ലാത്ത വിഭാഗം ആളുകളാണ് മലക്കുകൾ. എന്നിട്ട് അള്ളാഹു തുടർന്നു, വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു, അവർ സത്യവിശ്വാസികൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും, പുറത്തു കൊടുക്കാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ. വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു, പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യേണ്ട തവസ്സുലുണ്ടല്ലോ. നമ്മളിപ്പോൾ സാധാരണ ഒരു പ്രാർത്ഥന അള്ളാഹുവിനോട് നടത്തുമ്പം പ്രാർത്ഥനയ്ക്ക് ചില നിബന്ധനകളുണ്ട് അള്ളാഹ് സ്വീകരിക്കാൻ. അതാണ് തവസ്സുല്. അതെന്താണത്? സാധാരണ ഖുർആനിൽ അള്ളാഹു പറയാറുണ്ട്, യാ അയ്യുഹല്ലദീന അത്തഖുല്ലാ, യാ അയ്യുഹൽ ആമനു ഇത്തഖുല്ലാ, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വബ്തഗൂ ഇലൈഹിൽ വസീല, നിങ്ങൾ അള്ളാഹുവിലേക്ക് വസീല തേടണം. എന്താ വസീല? പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു വസീല വേണം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തുക. അതാണ് ഇപ്പൊ മലായിക്കത്തുകൾ ചെയ്തത്. ആദ്യം അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തും. നിങ്ങളിപ്പോൾ പാത്തി ഓതുമ്പോൾ എങ്ങനെ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉണ്ടോ? ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും, അല്ലെ? അർറഹ്മാൻ റഹീം, അള്ളാഹുവിനെ ധിക്കരിച്ചവർക്കും അള്ളാഹുവിനനുസരിച്ചവർക്കും തമ്മാടികൾക്കും കാരുണ്യം ചെയ്യുന്നവനാണ്. അള്ളാഹിനെ വാഴ്ത്തുക. അർറഹ്മാൻ റഹീം. മാലിക് യൗമിദ്ദീൻ, ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് പ്രതിഫലം നൽകുന്ന അതിന്റെ ഉടമസ്ഥൻ അള്ളാഹുവെ നീയാണ്. മാലിക് യൗമിദ്ദീൻ. ഇതൊക്കെ പറഞ്ഞ ശേഷം പറയണ്ട, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നീ ഞങ്ങളെ നേർവഴിയിൽ സഞ്ചരിപ്പിക്കണം. അപ്പൊ ആദ്യം തവസ്സുൽ വേണം. ആ ഫാത്തിഹയുടെ ആരംഭ ഭാഗം തവസ്സുലാണ്. അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് മലക്കുകൾ എന്ത് ചെയ്ത്, റബ്ബനാ വസീഅത കുല്ല ശൈഇൻ റഹ്മത്തൻ വ ഇൽമ, ഞങ്ങളുടെ നാഥ നീ എല്ലാ വസ്തുക്കളോടും കാരുണ്യം കാണിക്കുന്നവനാണ്. എല്ലാ ഭൂമിയിലുള്ള ജീവജാലങ്ങളെക്കുറിച്ചും ഒന്നൊഴിയാതെ നിന്റെ അറിവിലാണ്. ഏറ്റവും സൂക്ഷ്മമായ ഒരു ജീവി പോലും അള്ളാഹുവെ നിന്റെ അറിവിലാണ്. ഇത് പ്രാർത്ഥിച്ചിട്ടാണ് പിന്നെ പറയുന്നത്, ഫഗ്ഫിർ ലില്ലദീന താബു, പടച്ചോനെ തൗബ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കണേ. ആരായി പ്രാർത്ഥിക്കുന്നു? നിങ്ങൾ അറിയുന്നില്ല, ഞാനും അറിയുന്നില്ല. പക്ഷെ അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ
അള്ളാഹു ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. ആർക്കു വേണ്ടിയാ പ്രാർത്ഥിക്കപ്പം? ഒന്നാമത്തെ നിബന്ധന എന്താ? വയസ്തഗ്ഫിറൂന, അവർ പ്രാർത്ഥിക്കും. ആർക്ക് വേണ്ടി? ലില്ലദീന ആമനു, തൗഹീദുള്ളവർക്ക്, ഒരു നിലക്കും ശിർക്ക് ചെയ്യാത്തവർക്ക്, ഒരു നേർച്ചയും വഴിപാടുകളും അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്യാത്തവർക്ക്, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യാത്തവർക്ക്, അള്ളാഹുവിനോട് മാത്രം അള്ളാഹിന്റെ പേരിൽ മാത്രം സത്യം, അള്ളാഹിനെ മാത്രം ഭയപ്പെടുന്നവർ, അങ്ങനെയുള്ള വിശ്വാസികൾക്ക് വേണ്ടിയേ മലക്കുകൾ പ്രാർത്ഥിക്കുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാൻ മുവഹിദുകളാവണം, തൗഹീദുള്ളവരാവണം. ഇപ്പോ നേർച്ച അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്താൽ എന്തായി? മൻ നദറ ബി ഗൈരില്ല, അള്ളാഹു അല്ലാത്തവർക്ക് ഒരാൾ നേർച്ചയാക്കിയാൽ ഫഖദ് അശ്റക, മുശ്രിക്കായി. അവൻ പിന്നെ മലക്കുകളുടെ പ്രാർത്ഥന ഇല്ല, സംശയിക്കണ്ട. മൻ ഹലഫ ബി ഗൈരില്ല, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താലോ ഫഖദ് അശ്റക, മുശ്രിക്കായി. ഇപ്പൊ ചില ആൾക്കാരൊക്കെ എന്റെ മൂത്ത മോനാണ് സത്യം, എന്റെ ചെറിയ കുട്ടിയാണ് സത്യം, എന്റെ ഭാര്യയാണ് സത്യം, അല്ലെ എന്റെ ഉമ്മയാണ് സത്യം, എന്റെ ബാപ്പയാണ് സത്യം, പാടില്ല, മുശ്രിക്കാവും. എന്നും നിങ്ങൾ മുശ്രിക്കാവുന്നതോടുകൂടി നിങ്ങൾക്ക് വളരെ എളുപ്പം ലഭ്യമാകുന്നൊരു പ്രാർത്ഥന മലക്കുകളുടെ ഉണ്ടാവും, നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ മലക്കുകൾ പറയുന്നത്, റബ്ബന യസ്തഗ്ഫിറൂന ലില്ലദീന ആമനു, വിശ്വസിച്ചവർക്ക് പടച്ചോനെ നീ പുറത്തു കൊടുക്കണേ. എന്നിട്ട് പിന്നെന്താ പറഞ്ഞത്? ഫഗ്ഫിർ ലില്ലദീന താബു. ഇനിയോ മറ്റൊരു പ്രാർത്ഥന ഉണ്ടാവുക, തൗബ ചെയ്തവർക്ക്. എങ്ങനെ തൗബ ചെയ്യുന്നവർക്ക്? ഖുർആൻ പറഞ്ഞ് തൗബ ചെയ്യാറുള്ള യാ അയ്യുഹല്ലദീന ആമനു തൂബു തൗബത്തൻ നസുഹ, ആത്മാർത്ഥവും നിഷ്കളങ്കവുമായ റബ്ബിനോട് തൗബ ചെയ്യുക. ഇപ്പൊ ശിർക്ക് വന്നു, ഞാനിപ്പോ പറഞ്ഞ കാര്യം നിങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കി, അല്ലെ അള്ളാഹു അല്ലാത്തവരുടെ മേൽ സത്യം ചെയ്യൂ. ഇങ്ങനെ ഏത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? ഒരു രോഗം മാറാൻ വേണ്ടി ഒരു ഉറുക്കോ നൂലോ നിങ്ങളുടെ അരയെ കെട്ടി ഖുർആൻ എഴുതിയിട്ട് അങ്ങനൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഈ പള്ളിയിൽ തന്നെ വന്നവരുണ്ടാവും, അവർക്കറിയില്ല, അത് ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? ഒരു മനുഷ്യൻ ഉറുക്കോ നൂലോ കെട്ടിയാൽ, മൻ അല്ലക്ക, ആരെങ്കിലും കെട്ടിയാൽ, എന്ത് ഉറുക്കോ നൂലോ കെട്ടിയാൽ ഫഖദ് അശ്റക, മുശ്രിക്കാവും. പല ആളുകളും അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് പല സഹായങ്ങളും ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെ ആഗ്രഹിച്ചാൽ തന്നെ മതി, മലക്കുകളുടെ പ്രാർത്ഥന വിട്ടുപോയി. ഈ പ്രാർത്ഥന കിട്ടുന്നത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ അറിയാതെ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും മനോഹരമായ, ഏറ്റവും വിശിഷ്ടരായ, അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത മുഖറബുകളായ, അള്ളാഹുവിന്റെ ഹംലത്തുൽ അർശ്, സിംഹാസനത്തിന്റെ വാഹകരായ പ്രിയപ്പെട്ട മലക്കുകളുടെ പ്രാർത്ഥനയാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. ഒന്നെന്താ? തെറ്റ് ചെയ്താൽ തൗബ ചെയ്യാതെക്കുക. അപ്പൊ തെറ്റ് മനുഷ്യർക്ക് വരും, തൗബ ചെയ്യാം. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യാത്തവരില്ല, ഈ ഭൂമിയിൽ തെറ്റ് ചെയ്യാത്തൊരു മനുഷ്യനുമില്ല. ഉണ്ടോ? ഈ പള്ളിയിൽ ഞാനടക്കമുള്ള ആരെങ്കിലും തെറ്റ് ചെയ്യാത്തവരുണ്ടോ? അതുകൊണ്ടല്ലേ റസൂലുള്ള പറഞ്ഞത്, കുല്ലു ബനി ആദം ഖത്താഅ്, ആദമിന്റെ മക്കൾക്കെല്ലാം തെറ്റ് വരും. വ ഖൈറുൽ ഖത്താഈൻ, തെറ്റ് ചെയ്തവരിൽ ഏറ്റവും ഉത്തമർ അത്തവ്വാബൂൻ, തൗബ ചെയ്തവരാണ്. ആ തൗബ ചെയ്തവർക്കാണ് അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന. കേട്ടോ, ഞാനും നിങ്ങളും ഒരു ദിവസം പോലും പ്രാർത്ഥിച്ചില്ലാത്ത പ്രാർത്ഥനകളാണ് അവർ നമുക്ക് വേണ്ടി നിർവഹിക്കാൻ പോകുന്നത്. ഇനി ഒന്നാമത്തെ നിബന്ധന, മലക്കുകളുടെ പ്രാർത്ഥന കിട്ടണമെങ്കിൽ മുവഹിദുകളാവണം, തൗഹീദുള്ളവരാവണം. രണ്ടാമത്തെ പ്രാർത്ഥന, തെറ്റുകൾ വരുമ്പോഴെല്ലാം തൗബ ചെയ്യുന്നവരാണ്, അല്ലെ? മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാൻ മൂന്നാമത്തെ ഒരു നിബന്ധന ഖുർആൻ പറയുന്നു, വത്തബഉ സബീലക്, അല്ലാഹുവേ ആ ദാസന്മാർ, നിന്റെ ദാസന്മാർ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പിൻപറ്റിയവരാണ്. നിന്റെ മാർഗം, വത്തബഉ സബീലക്, നിന്റെ മാർഗമാണ് അവർ പിൻപറ്റിയത്. നിന്റെ മാർഗം ഏതാ? വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും. അത് പിൻപറ്റിയവർക്ക് പടച്ചോനെ നീ മാപ്പ് കൊടുക്കണം. അപ്പം അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുന്നവരാരൊക്കെയാണ്? ഒന്ന് മുവഹിദുകളാണ്, രണ്ടാമത്തും തൗബ ചെയ്തവരാണ്, മൂന്നാമത്തത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുക. അതുകൊണ്ടാണ് സത്യവിശ്വാസികൾ എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഹീനി അലൽ കിതാബി വസുന്ന, അള്ളാഹുവെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ നീ എനിക്ക് തൗഫീഖ് ചെയ്യണേ. അല്ലാഹുമ്മ അഹീനി അലൽ കിതാബി വസുന്ന വഅമിത്നി മഅൽ ഈമാൻ വത്തൗബ, ഈമാനോടുകൂടിയും തൗബ ചെയ്യുന്നവരുടെയും കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണം. തവഫന്ന മഅൽ അബ്റാർ, പുണ്യം ചെയ്തവരുടെ കൂട്ടത്തിൽ പടച്ചോനെ മരിക്കാൻ അനുഗ്രഹം ചെയ്യണം. ഇതൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. എന്തുകൊണ്ട്? മലക്കുകളുടെ പ്രാർത്ഥന നഷ്ടപ്പെടാതിരിക്കാൻ. ഇപ്പൊ നമ്മളുടെ റബ്ബിന്റെ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുന്ന ആളുകൾ ഇപ്പം നമ്മൾ പറഞ്ഞു തന്നതൊക്കെ എന്തെല്ലാം സവിശേഷതകൾ നമുക്ക് വേണം? ഒന്നും മുവഹിദായിരിക്കണം, അല്ലെ? തൗഹീദുള്ളവനാണ്. ഒരു നിലക്കും ജീവിതത്തിൽ ശിർക്ക് വരാൻ പാടില്ല. ചിലപ്പോൾ ചില ആളുകൾ പറയുന്നത്, എനിക്ക് ഈ കുപ്പായ ഇടുമ്പം ഒരു ബർക്കത്തുണ്ട്, ശിർക്കാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പല നിലക്കുകളുണ്ടാവും. അതുപോലെ തന്നെ എന്റെ ഭാര്യ കാരണത്താലാണ് എൻ്റെ ഭാര്യ വീട്ടിന്റെ കെടാവിളക്കാണ്, ഓൾ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ
ഇന്നലക്ക് എത്തിയത്. അല്ല, എന്നെ കുട്ടി ജനിച്ചതിന് ശേഷമാണ് എനിക്ക് കച്ചവടത്തിൽ പുരോഗതി ഉണ്ടായത്, എനിക്ക് ജോലി കിട്ടിയത്. ഇതൊക്കെ ശിർക്കാട്ടോ. ഖൈറും ഷെറും അള്ളാന്റെ അടുത്തുനിന്നാ, നിങ്ങളെ ചെറിയ കുട്ടീൻ്റെ അടുത്തുനിന്നല്ല, നിങ്ങളെ ഭാര്യൻ്റെ അടുത്തുനിന്നല്ല. ഇതൊന്നും എവിടെയും തെറ്റ് പറ്റാൻ പാടില്ല. ഇത്തരം തെറ്റുകളൊന്നും പറ്റാത്ത മലക്കുകളാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ തെറ്റ് ഉണ്ടാകാൻ പാടില്ല, എങ്കിലും ആ പ്രാർത്ഥന കിട്ടുമെന്ന് പറയാം. കണ്ടോ? ഇനിയോ അവർ പിന്നീട് എന്താ പ്രാർത്ഥിക്കുന്നു അറിയുള്ളൂ? അങ്ങനെയൊക്കെ കഴിഞ്ഞ ശേഷം പറയുന്നു, വക്കിഹിം അദാബൽ ജഹീം, പടച്ചോനെ അതികഠിനമായ മാരകമായ ജഹീമിന്റെ അദാബിൽ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന്, കത്തിയാളുന്ന നരകത്തിൽ നിന്ന് പടച്ചോനെ ഇവരെ നീ രക്ഷിക്കണം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ പടച്ചോനോട്? പടച്ചോനെ കത്തിയാവുന്ന നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണം. മലക്കുകൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസികളായ തൗബ ചെയ്യുന്നവരായ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് പടച്ചോനെ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് അവരെ രക്ഷിക്കണേ. തീർന്നില്ല. റബ്ബനാ വഅദ്ഖിൽഹും ജന്നാത്തി അദ്ൻ, പടച്ചോനെ ശാശ്വതമായ സ്വർഗത്തിൽ അവർക്ക് നീ പ്രവേശനം കൊടുക്കണം. നരകത്തിൽ രക്ഷപ്പെടുത്തിയാൽ മാത്രം പോരാ, അവരെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം. നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഫർളായ നമസ്കാര ശേഷം പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭ്യമാകുന്ന സമയമാണെങ്കിൽ പോലും നമ്മൾ അശ്രദ്ധയിൽ എണീറ്റ് പോകാറുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് എത്രത്തോളം നമ്മൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുകൾ ശ്രദ്ധിച്ചു നോക്കുള്ളൂ. ശാശ്വതമായ സ്വർഗത്തിൽ പ്രവേശിക്കണം. അത് പറഞ്ഞിട്ട് അവർ പറയാം, അല്ലത്തി വാത്തവും, പടച്ചോനെ നീ വിശ്വാസമുള്ള തൗബ ചെയ്യുന്ന വിശുദ്ധ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് സ്വർഗം കൊടുക്കാമെന്ന് നീ വാഗ്ദം ചെയ്തിട്ടുണ്ടല്ലോ. ആ വാഗ്ദം ചെയ്ത സ്വർഗം നീ അവർക്ക് കൊടുക്കണേ പടച്ചോനെ. ദീർഘിച്ച പ്രാർത്ഥനയാണ്. വമൻ സലഹമിൻ ആബായിയും, വമൻ സലഹ സാലിഹായി ജീവിച്ചവർക്കും, മിൻ ആബായിയും, അവരുടെ മാതാപിതാക്കൾ, സാലിഹായി ജീവിച്ച അവരുടെ മാതാപിതാക്കളെയും സ്വർഗത്തിൽ കയറ്റണം. ഉണ്ടോ? ഇതേപോലെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് തൗബ ചെയ്ത് ജീവിതത്തിൽ വരുന്ന തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ റബ്ബിനോട് തൗബ ചെയ്ത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പിൻപറ്റിക്കൊണ്ട് മുവഹിദായി ജീവിച്ച അവരുടെ മാതാപിതാക്കളെയും പടച്ചോനെ നീ സ്വർഗത്തിൽ കയറ്റണം. നമ്മളൊന്നും ഇത്തരം നിബന്ധന കൃത്യമായി വെച്ചുകൊണ്ടൊന്നും പ്രാർത്ഥിക്കാറില്ല. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുന്നത് നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മളെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഖുർആനിലൊരു ആയത്തുണ്ട്, അല്ലെ, റബ്ബി റഹ്മുമാ കമാ റബ്ബയാനി സഗീറ. അതൊരുവിധം 90% ആളുകളും പഠിച്ച പ്രാർത്ഥനയായിരിക്കും, പ്രാർത്ഥിക്കുന്നവരായിരിക്കും. പടച്ചോനെ അവരിൽ നിന്ന് നന്നായി ജീവിച്ച, എങ്ങനെ അപ്പം നന്നായി ജീവിക്കാൻ നമ്മൾ പറഞ്ഞല്ലോ, മുവഹിദായിരിക്കണം, അതോടൊപ്പം ഖുർആൻ തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം, അതോടൊപ്പം തെറ്റ് വന്നാൽ തൗബ ചെയ്യുന്നവരായി. അങ്ങനെ നന്നായി ജീവിച്ച മാതാപിതാക്കളെയും പടച്ചോനെ നീ സ്വർഗത്തിൽ കയറ്റണം. തീർന്നില്ല. അസ്വാജിയും, പടച്ചോനെ അവരെ ഭാര്യ ഭർത്താക്കന്മാരായി അള്ളാഹുവെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം. ഇത് നമ്മൾ അറിയുന്നില്ല, ഇത് നമ്മൾ വസിയത്ത് ചെയ്തതല്ല, നമ്മളോട് ആരോടും ആവശ്യപ്പെട്ടതല്ല ഈ മലക്കുകളുടെ പ്രാർത്ഥന ലഭ്യമാകാൻ. അല്ലേ? നമ്മൾ പറഞ്ഞു മലക്കുകളോട് ഇല്ല. നമ്മളിപ്പോ നമ്മളെ കൂട്ടുകാരോടോ ബന്ധുക്കളോടോ കുടുംബങ്ങളോടോ പറഞ്ഞാൽ തന്നെ ഇൻഷാ അല്ലാ നിങ്ങൾ എനിക്ക് വേണ്ടി വേർക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഷാ അല്ലാ അറിയും. അല്ലേ? പക്ഷെ നമ്മൾ വേർക്കണമെന്നില്ല. ഉണ്ടോ? നമ്മൾ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞ് ഏറ്റെടുക്കും. വേണമെങ്കിൽ അപ്പം തന്നെ പറയുന്നത് അള്ളാഹു ഹൈറാക്കട്ടെ, അപ്പം തന്നെ പറഞ്ഞാൽ അത് കഴിഞ്ഞ്. നിസ്കരിച്ചിരുന്നിട്ടൊന്നും അവന്റെ അഭാവത്തിലൊന്നും പ്രാർത്ഥിക്കാൻ നമ്മളെ കിട്ടൂല. കാരണം അത്ര വലിയൊരു ബന്ധം നമുക്കില്ല. പിന്നെ പാവങ്ങൾ ഇങ്ങനെ പറയും ആരെ കണ്ടാലും ദ്വാരക്കണേന്ന്. അല്ലേ? നമുക്ക് നോക്കാം, നമ്മളൊന്ന് പഠിച്ചു നോക്കുക ഈ വിഷയം. അപ്പോ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് പിന്നെന്താ പ്രാർത്ഥിച്ചത്? അസ്വാജിയും, അവരുടെ ഭാര്യ ഭർത്താക്കന്മാർ, ഇണകളെ പടച്ചോനെ സ്വർഗത്ത് കയറ്റണം. തീരില്ല. ദുര്യാത്തെയും, നന്നായി ജീവിച്ച അവരുടെ മക്കളെയും. നമ്മളൊന്നും പടച്ചോനെ നിന്റെ മക്കൾ, എന്റെ ഭാര്യയും എന്റെ അമ്മനെയും ബാപ്പനെയും ഒന്നായിട്ട് പടച്ചോനെ നീ സ്വർഗത്ത് കയറ്റാൻ നമ്മൾ കയറുണ്ടാവില്ല. പക്ഷെ അമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മലക്കുകൾ. ദുര്യാത്തെയും, അവരുടെ സന്തതികളെയും. ഇന്നക അൻതൽ അസീസുൽ ഹക്കീം, അള്ളാഹുവെ നീ പ്രതാപശാലിയും. അടാ, ആദ്യവും തവസ്സുൽ ചെയ്തു, പ്രാർത്ഥനയുടെ അവസാനത്തിലും ഇന്നക അൻതൽ അസീസുൽ ഹക്കീം, അള്ളാഹുവെ നീ പ്രതാപശാലിയും തത്വജ്ഞാനിയുമാണ്. തീരില്ല. പ്രാർത്ഥന തുടരുക. വഖിഹിമുസ് സയ്യാത്ത്, പടച്ചോനെ സകല ആപത്തുകളിൽ നിന്നും ഈ ആളുകളെ നീ രക്ഷിക്കണം. നമ്മളെ തേടി വരുന്ന ഒരുപാട് ആപത്തുകളുണ്ട്. എന്തെല്ലാം ആപത്തുകളാണ് നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളെ തേടി വരുന്ന എത്ര ആപത്തുകളുണ്ടല്ലേ? ഒരു പ്രതീക്ഷയുമില്ലാത്ത എന്തെല്ലാം രോഗങ്ങൾ, അല്ലെ? ഒരു തലവേദന പോരെ മരിക്കാൻ, പോരെ മതി. എന്തെല്ലാം പ്രയാസങ്ങൾ, ആപത്തുകൾ, അവരെ തേടി വരുന്ന ആപത്തുകൾക്ക് നീ അവരെ തൊട്ട് നീ കാക്കണേ പടച്ചോനെ. വഖീഹിമുസ് സയ്യാത്ത്,
വമൻ തഖി സയ്യാത്തി യൗമൈദിൻ ഫഖദ് റഹിംത. പടച്ചോനെ, പരലോകത്തെ ആ നാളിലെ തിന്മകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന് നീ ആരെ സംരക്ഷിച്ചുവോ ഫഖദ് റഹിംത, നീ അവരോട് കരുണ കാണിച്ചു പടച്ചോനെ. അതുകൊണ്ട് അതും ചെയ്യണം. അങ്ങനെ ഏതെല്ലാം പ്രാർത്ഥനയാണ് എണ്ണിയ മലക്കുകൾ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. എന്നിട്ട് പറയാണ് വദാലിക, അത് ഏത് സ്വർഗപ്രവേശനം, നരകമുക്തി, പാപം പുറത്തു കിട്ടൽ, തിന്മകളിൽ നിന്നുള്ള കാക്കൽ, ഈ ഇതെല്ലാ കാര്യങ്ങളും ദാലിക ഹുവൽ ഫൗസുൽ അലീം. അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്താ? ദാലിക എന്ന് പറയുന്ന അർത്ഥത ഒരു നേരത്തെ മുകളിൽ പറഞ്ഞ സ്വർഗപ്രവേശനം, നരകമുക്തി, പാപം പുറത്തു കിട്ടൽ, അതോടൊപ്പം അള്ളാഹു തിന്മകളിൽ നിന്നും തടയുക, അല്ലെ, വഖീമുസ്സയ്യാത്ത്, ഇതെല്ലാം കിട്ടുക എന്ന് പറഞ്ഞാൽ ദാലിക ഹുവൽ ഫൗസുൽ അലീം, അത് ഏറ്റവും വലിയ വിജയമാണ്. ഇനി നമുക്ക് അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കാൻ നമുക്ക് ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രധാനമായും നമ്മൾ മറന്നുപോകുന്നു. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മലക്കുകൾ യുസബ്ബിഹൂന ബിഹംദി റബ്ബ്, റബ്ബിന്റെ ഹംദ്, തഹ്മീദും തസ്ബീഹും നിർവഹിക്കുന്നവരാണ്. നമുക്ക് നിർവഹിക്കാം എപ്പോഴും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിന്റെ ഏകദേശം കാലം അടുത്ത സമയത്തൊക്കെ റസൂൽ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചൊരു ദിക്റുണ്ട്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മറക്കാതെ ഉപയോഗിക്കാം. അതിനൊന്നും ഒരു പ്രത്യേക സമയവും കൂടി വേണ്ട. നമ്മളിപ്പോ ഏതാ ദിക്ർ അറിയോ? നമ്മളിപ്പോ റുക്കൂലും സുജൂദും നിർവഹിക്കുന്ന ദിക്റില്ലേ, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി, നമ്മൾ ഏതായാലും പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? തസ്ബീഹ് അവിടെ നടക്കുന്നില്ലേ? സുബ്ഹാനക, നീ പരിശുദ്ധനാണ്, അല്ലാഹുമ്മ, അല്ലാഹുവേ നീ പരിശുദ്ധനാണ്, വബിഹംദിക്, നിനക്കാണ് സർവസ്തുതിയും, അല്ലെ, എല്ലാ സ്തുതിയും അല്ലാഹ്ക്കാണ്, അല്ലാഹുമ്മ ഗഫിർലി, പടച്ചോനെ എനിക്ക് നീ പുറത്തു കൊണ്ട. ഈ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 100 പ്രാവശ്യം ഏറ്റവും ചുരുക്കം നിങ്ങൾ ഈ ദിക്ർ നിർവഹിച്ചോളൂ. ഇപ്പൊ മലക്കുകൾ നിർവഹിച്ചു പറയില്ല, യുസബ്ബിഹൂന ബിഹംദി റബ്ബ്, അതുപോലെ തസ്ബീഹും തഹ്മീദും നിങ്ങൾ 100 പ്രാവശ്യം നിർവഹിച്ചാൽ റസൂലുള്ള പറയാൻ ഹുത്തത്ത് ഖതായാഹു, അവന്റെ ജീവിതത്തിൽ വന്നുപോയ ചെറിയ ചെറിയ പാപങ്ങളെല്ലാം അതുകൊണ്ട് അല്ലാഹു മായ്ക്കപ്പെടും. ഒറ്റ ദിക്റുണ്ട് കേട്ടോ. എന്ത് പ്രാർത്ഥിക്കണ്ടു? റുക്കൂലുള്ള പ്രാർത്ഥന അറിയില്ലേ, സുജൂദിലുള്ള പ്രാർത്ഥന അറിയില്ലേ? ഇതിലെ പോകുമ്പോൾ പറഞ്ഞൂടെ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി 100 പ്രാവശ്യം പ്രാർത്ഥിക്കാൻ വല്ല പണിയുണ്ടോ? എന്തെല്ലാം പാട്ടും കൂത്തുമാണ് കേൾക്കുന്നത്, അതിനേക്കാൾ എത്ര നന്ന് അല്ലേ? പ്രത്യേകിച്ച് നമ്മളെ ഈ പള്ളിയിലൊക്കെ ഉള്ള യുവാക്കൾ അൽഹംദുലില്ലാ അള്ളാന്റെ കലാമുകളോടും ഖുർആാനിനോടും തിരുസുന്നത്തിനോടും അങ്ങേയറ്റം സ്നേഹം പുലർത്തുന്ന യുവാക്കളാണ്. അതുകൊണ്ട് അവർ ചെയ്യും. പ്രാർത്ഥിച്ചോളൂ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി. പറയാനൊരു പണിയില്ല. ഒരു 100 പ്രാവശ്യം ഒരു ദിവസം ഈ ദിക്ർ നിർവഹിച്ചാൽ ഹുത്തത്ത് ഖതായാഹു, അവന്റെ പാപങ്ങളെല്ലാം അള്ളാഹു മായ്ച്ചു കളയും. വലൗകാന മിസ്ലുൽ സബദിൽ ബഹർ, ഒരു സമുദ്രത്തിലെ തിരമാലകളുടെ അത്ര, സമുദ്രത്തിൽ അലതല്ലിക്കൊണ്ടിരിക്കുന്ന സമുദ്രത്തിലെ തിരമാലകളെക്കാൾ പാപം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നാലും ഈ ദിക്ർ 100 പ്രാവശ്യം നിർവഹിച്ചാൽ അള്ളാഹു പൊറുക്കും. മനോഹരമായ ദിക്ർ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അവസാന നാളുകളിൽ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച ദിക്റാണ് കേട്ടോ, മറക്കണ്ട. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച, നമ്മളെ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടാൻ വേണ്ടി അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച മറ്റൊരു കർമ്മമാണ് ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അല സഫിൽ അവ്വൽ. പള്ളിയിൽ ഒന്നാമത്തെ സഫിന് വേണ്ടി മത്സരിക്കുന്നവർക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും കേട്ടോ. നമ്മളൊക്കെ എങ്ങനെയാണ് സൈഡിൽ പോയി കുത്തിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് വരുമ്പോൾ കാണാൻ കുറെ ആൾക്കാർ, ഇതൊക്കെ എന്റെ പ്രിയപ്പെട്ടവരാട്ടോ. ഇനിയിപ്പോൾ ഇത് പറഞ്ഞു ചോദിച്ചിട്ട് ഞാൻ അടുത്ത വെള്ളിയാഴ്ച വരാണ്ടക്കണ്ട, അങ്ങനെ ഉണ്ടാകുക. അങ്ങനെ ഒക്കെ സൈഡായിട്ട് ഊരക്ക് വേദനായിട്ടോ അല്ലെങ്കിൽ ഇരിക്കാൻ പ്രയാസമുള്ളത് കൊണ്ടോ സൈഡായതിന് പ്രയാസമില്ല. അത് അല്ലാഹ്ക്ക് അറിയാലോ. അതല്ലാണ്ട് തന്നെ, കാരണം ഇതൊരു സുഖമാണ്. കസാൽമ കുത്തി നിസ്കരിക്കുന്ന ഈ കസാൽമ കുത്തിരിക്കുന്ന നിസ്കരിക്കുന്നല്ലേ കുറ്റമല്ല പറഞ്ഞു കേട്ടോ. കസാൽമൽ ഇരിക്കാൻ വലിയ ആവശ്യമൊന്നും ഇല്ലാണ്ട് തന്നെ ചിലവര് നിലത്തുട്ടിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്കൊന്ന് ഒരു അഹങ്കാരം കൊണ്ട് ചിലവര് കസാൽമ കയറി കുത്തിരിക്കുന്നുണ്ട് ചില ആൾക്കാർ അല്ലേ. അതിപ്പോ നമ്മൾ ഫർള് നമസ്കാരത്തിന് നിങ്ങൾ നിന്ന് നിസ്കരിച്ചോളി. സുന്നത്ത് നമസ്കാരങ്ങളിൽ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ ഇരുന്ന് നിസ്കരിച്ചോളി. കാരണം ഇരുന്ന് നമസ്കരിച്ചാൽ, ഫർള് നമസ്കാരം ഇരുന്ന് നിസ്കരിച്ചാൽ പകുതി പ്രയോജനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ കുത്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഞാൻ വരുമ്പോൾ ഒരു 10-50 ആളെ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് പോലും സൈഡിലാണ് കുത്തിരിക്കുക. അള്ളാന്റെ മലക്കുകളുടെ പ്രാർത്ഥന ആൾക്കാർ കിട്ടുക അസ്സഫുൽ അവ്വൽ കേട്ടോ. അതാ റസൂലുള്ളാഹി പറഞ്ഞത് ഇന്നല്ലാഹു മലായികത്തു, അതാ മലക്ക് അള്ളയുണ്ട്, അള്ള പ്രശംസിക്കും.
അള്ളാന്റെ സലാത്ത് എങ്ങനെയാ? ഇപ്പൊ നിങ്ങൾ ഖുർആനിൽ കാണല്ലേ, ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂൻ, മലക്കുകൾ പ്രാർത്ഥിക്കും, അള്ളാഹു പ്രശംസിക്കും. ആരെ? ഒന്നാമത്തെ സഫിൽ മത്സരിക്കുന്നവർ, അവർക്ക് വേണ്ടി ഉണ്ടോ? അള്ളാഹു പ്രശംസിക്കുക, എന്റെ ദാസൻ അള്ളാഹു അഭിമാനം കൊള്ളും നമ്മളുടെ പേരിൽ കേട്ടോ. മലക്കുകൾ പ്രാർത്ഥിക്കും. ഇനി ചെയ്യേണ്ട ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന വിശ്വാസികൾക്ക് ഞാൻ പ്രത്യേകം അടിവരടാണ്. സാധാരണ എല്ലാവർക്കും കൊടുക്കാം, പക്ഷെ സത്യവിശ്വാസികൾ കഷ്ടപ്പെടുമ്പോൾ അവരുടെ നേരെ നിങ്ങൾ നീട്ടുന്ന സദക്കയുടെ ദാനധർമ്മങ്ങളുടെ ഹസ്തം, നിങ്ങൾ നീട്ടുന്ന ഹസ്തം, അത് നിങ്ങൾ നീട്ടുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കുന്ന അറിയോ? അല്ലാഹുമ്മ അഅ്തി മുൻഫിഖൻ ഖലഫ, പടച്ചോനെ ഈ കൊടുക്കുന്ന വ്യക്തിക്ക് കൂടുതൽ കൊടുക്കണേ പടച്ചോനെ, നീ കൊടുക്കണം. ആർക്ക് കൊടുത്താൽ? സത്യവിശ്വാസികളായ ആളുകൾക്ക് അവരുടെ കഷ്ടപ്പാടുകൾ ദൂരീകരിക്കാൻ സഹായഹസ്തങ്ങൾ നീട്ടുമ്പോൾ മലക്കുകൾ പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ അഅ്തി മുൻഫിഖൻ ഖലഫ, പടച്ചോനെ അയാൾ ചെലവഴിക്കുന്ന സമ്പത്തിന് കൂടുതൽ അയാൾക്ക് സമ്പത്ത് കൊടുക്കണേന്ന് ആര് പ്രാർത്ഥിക്കും? മലക്കുകൾ ഉണ്ടോ? ഇനിയോ നേരെ മറിച്ച് നമ്മൾ എന്തുണ്ടായാലും സഹായിക്കാത്ത ആളുകളുണ്ട്, ശ്രദ്ധിക്കാത്ത. അള്ളാന്റെ മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അല്ലാഹുമ്മ അഅ്തി മുംസിക്കൻ തലഫ, പടച്ചോനെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടും കാണാതെ കേൾക്കാതെ അറിയാതെ നടന്നുപോയ ആളുകൾക്ക് പടച്ചോനെ നാശം നൽകണേ. രണ്ട് പ്രാർത്ഥന ഉണ്ടോ? കൊടുക്കുന്നവർക്ക് കൂടുതൽ കൊടുക്കാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാൻ ഒരുപാട് അവസരങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെടുന്ന ആളുകൾക്ക്, വിശ്വാസികളായ ആളുകൾ കഷ്ടപ്പെടുമ്പോൾ അവർക്ക് നേരെ നമ്മൾ സഹായഹസ്തം നീട്ടിയാൽ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടും. റസൂലുള്ളാഹി പറയുന്നു, മൻ നഫസ അൻ മുഅ്മിൻ, ഒരു വിശ്വാസിക്കാരെങ്കിലും ആശ്വാസം കൊടുത്തു, ഒരു പ്രയാസമുള്ള സമയത്ത് ഒരു ആശ്വാസം കൊടുത്തു. വാക്കുകൊണ്ടാവാം, ചിലപ്പോൾ നമുക്ക് സമ്പത്ത് കൊണ്ട് കഴിയില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? വാക്കുകൊണ്ടാവാം, അല്ലേ? ബേജാറാവുണ്ടാവും, ഒക്കെ അള്ളാഹു കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് സമാധാനത്തിന്റെ ഒരു വാക്ക് അത് നിർവഹിച്ചാൽ, മൻ നഫസ അൻ മുഅ്മിൻ കുർബത്തൻ, അവന്റെ പ്രയാസ സമയത്ത് ഒരു വിശ്വാസിക്ക് പ്രയാസം വന്നപ്പോൾ, കഷ്ടപ്പാട് വന്നപ്പോൾ ആ മനുഷ്യന് ആശ്വാസമേകിയാൽ, റസൂലുള്ളാഹി പറയാണ്, മിൻ കുർബി ദുനിയ, ഈ ദുനിയാവിലെ ലോകത്തൊരു ആശ്വാസമേകിയാൽ, നഫസല്ലാഹു അൻഹു കുർബത്തൻ മിൻ കുർബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലൊരു നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു പ്രയാസത്തിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് ആശ്വാസം തരും. ദുനിയാവിൽ നിങ്ങളൊരാൾക്ക് ആശ്വാസം കൊടുത്താൽ പരലോകത്ത് അള്ളാഹു നിങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു പ്രയാസത്തിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് ആശ്വാസം നൽകും. നമ്മൾ മലക്കുകളുടെ പ്രാർത്ഥന മാത്രമല്ല കേട്ടോ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് നമുക്കൊക്കെ പ്രതിഫലം കിട്ടാവുന്ന, മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാവുന്ന ചില കർമ്മങ്ങൾ സൂചിപ്പിക്കുന്നു മാത്രം. റസൂലുള്ളാഹി പറഞ്ഞു, മന്നാദാ മരീദൻ, ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചു, ഔ അല്ലെങ്കിൽ സാറ അഖൻ ലഹു ഫില്ല, അതിന്റെ സുഹൃത്തിനെ ഒന്ന് സന്ദർശിച്ചു, ഒരു സുഹൃത്തിനെ സന്ദർശിച്ചു, ഫില്ലാഹി, അള്ളാന്റെ പ്രീതിക്ക് വേണ്ടി. രോഗിയെ കാണാൻ പോയത് സോപ്പിടാനില്ല, നമ്മളെ കാണാൻ പോക്കൊക്കെ സോപ്പിടാനാണ്. ഇപ്പം വലിയൊരാൾ സുഖമില്ലാണ്ടായാൽ അയാളെ വിളിച്ചോണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അയാളെ പുരക്കാരനോട് പോയി ഞാൻ ഇവിടെ വന്ന വിവരം അവനോട് പറയണേന്നാ. ഇവിടെ മലക്കിന്റെ പ്രാർത്ഥന ഇട്ടാനത് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ആളെ സോപ്പിടാനാ, അല്ലേ? നമ്മൾ ചിലപ്പോൾ സൗഹൃദ സന്ദർശനം നടത്തും പല വീടുകളിലും, പല ആളുകളെയും സൗഹൃദം, അതൊക്കെ സോപ്പിടാനാ. പക്ഷെ നിങ്ങൾ നീയത്തെന്തായിരിക്കണം? ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാനായിരിക്കണം. അത് എങ്ങനത്തെ പ്രാർത്ഥന അറിയുന്നത്? സുബ്ഹാനല്ലാഹ്, അന്തം വിട്ടുപോകും. നമ്മളെ നീയത്ത് നന്നായാൽ നമുക്ക് കിട്ടാവുന്ന പ്രതിഫലത്തിന്റെ വലുപ്പം, അതിന്റെ വലുപ്പം നിങ്ങൾ അറിഞ്ഞാൽ. ഒരു സുഹൃത്തിനെ സൗഹൃദ സന്ദർശനം നടത്തി അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി, ഒരു രോഗിയെ നിങ്ങൾ സന്ദർശിച്ചു അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി. അപ്പോഴോ വാനലോകത്ത് നിന്ന് മലക്കുകൾ വിളിച്ചു പറയും, എന്ത്? തിബുത്ത. എന്താ ആദ്യം പ്രാർത്ഥിച്ചത്? തിബുത്ത, പാപങ്ങളിൽ നിന്ന് അള്ളാഹു നിന്നെ മുക്തനാക്കട്ടെ. ഒരു രോഗിയെ ചെന്ന് കണ്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തിബുത്ത, അള്ളാഹു താങ്കളെ പാപമുക്തനാക്കട്ടെ. തീർന്നില്ല, വത്താപ മംസാഖ്, താങ്കളുടെ ഈ നടത്തം, ഈ രോഗിയെ കാണാനുള്ള നടത്തം, അത് താപ, അത് നന്മയിൽ കലാശിക്കട്ടെ. അള്ളാഹു പ്രതിഫലം നൽകുന്ന ഒരു പ്രവർത്തനമാവട്ടെ. ആരാ പ്രാർത്ഥിക്കുന്നത്? ഈ പ്രാർത്ഥനയൊന്നും നമ്മൾ അറിയുന്നില്ല. അപ്പൊ നമ്മൾ ആ നിയ്യത്ത് വെക്കണം കേട്ടോ.
ഒരു രോഗിയെ കാണാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി പോകുമ്പോഴോ ഈ നിയ്യത്ത് വെച്ചാൽ നമുക്ക് മലക്കുകളുടെ പ്രാർത്ഥന കിട്ടും കേട്ടോ. പിന്നെ തീരില്ല, മലക്കുകൾ പറഞ്ഞാൽ ജന്നത്തി മനസ്സില, രോഗിയെ കാണാൻ പോയ ആൾക്ക് വേണ്ടിയിട്ട് മലക്ക് പ്രാർത്ഥിക്കുന്നു, തബവ്വഅത മിനൽ ജന്നത്തി മനസ്സില, അള്ളാഹു താങ്കൾക്ക് സ്വർഗത്തിൽ ഒരു ഭവനം ഒരുക്കി തരട്ടെ. മലക്കുകളുടെ പ്രാർത്ഥന. ഈ നിയ്യത്തിനുമല്ല നമ്മൾ പോക്ക് അല്ലേ? നമ്മൾ പോവും. ചിലവര് അല്ലാഹുമ്മ റബ്ബന്നാസി വദ്ഹബിൽ ബഅസ വശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ലാ യുഗാദിറു സഖമാനുള്ള പ്രാർത്ഥനയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതിപ്പം കേക്ക ഉറക്കാണ്ട് പ്രാർത്ഥിക്കും. ഇപ്പം വലിയ മുത്തക്കയായിട്ട് അതോടുകൂടിയിട്ട് ഓൻ്റെ കഥ പോവും. ഈ കെടുക്കണോൻ്റെ ഇവരെല്ലാവരും വരുന്നവര് ദ്വാരക്കുണ്ട്, ഞാൻ പോകാനായിരിക്കും തോന്നുന്നു. ഓനതാ തോന്നുക. നിങ്ങൾ പ്രാർത്ഥിച്ചോ, ഓനോട് പറയണ്ടല്ല, ഓൻ കേൾക്ക പറഞ്ഞിട്ടുണ്ടാ ലാ ബഅസ ഇൻഷാ അല്ലാഹ് തഹൂർ. ഓൻ കേൾക്കണ്ട, ഒരു തലയിൽ കൈവച്ച് പറയണം ലാ ബഅസ, ഒരു കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾക്കൊരു വിഷമമില്ല, ഇൻഷാ അല്ലാഹ് തഹൂർ, അള്ളാഹു ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ സുഖാവും. അത്രയും സിൻസാരാണ്. അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന. എന്നിട്ട് പിന്നെ മൂപ്പരവാക ഉറക്ക അല്ലാഹുമ്മ റബ്ബന്നാസി വദ്ഹബിൽ ബഅസ. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ 24 മണിക്കൂർ ഇതിങ്ങനെ അടിച്ചു വിടുന്നതാണ് അല്ലേ? ഇത് ഈ രോഗി കാണുന്നുണ്ട്, ഓനെ അറിയിക്കരുത്. ഓൻ അറിയാതെ നമ്മൾ അള്ളാഹിനോട് ദ്വാരക്കണം, അപ്പോഴേ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുള്ളൂ കേട്ടോ. അത് മാത്രമല്ല, എന്താ ചോദിച്ചത് മലക്കുകൾ? ഇവന് പടച്ചോനെ സ്വർഗത്തിലൊരു ഭവനം നീ നിശ്ചയിക്കണേനാ. തബവ്വഅത മിനൽ ജന്നത്തി മനസ്സില. ഇനി അതിൽ കവിഞ്ഞ് എന്താ വേണ്ടത്? മലക്കുകൾ നമ്മൾ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ അത്രയും അനുഗ്രഹീതമായ ഒരു കർമ്മത്തിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. പോട്ടെ. അതുപോലെ തന്നെ നമ്മൾ അള്ളാഹുവിൽ നിന്ന് പ്രീതി ലഭിക്കാൻ വേണ്ടി ഒരു മുസ്ലിമിനെ കാണാൻ പോയാൽ, ഞാൻ പറഞ്ഞല്ലോ മലായിക്കളുടെ പ്രാർത്ഥന. അത് റസൂലുള്ള മറ്റൊരു ഹദീസ് പറയുന്നു, മാമിൻ മുസ്ലിമിൻ യഊദു മുസ്ലിമൻ ഉദുവത്തൻ. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ സന്ദർശിക്കാൻ പോയി ഉദുവത്തൻ രാവിലെ, ഇല്ലാ സല്ല അലൈഹി 70,000 മലക്കിൻ, 70,000 മലക്കുകൾ ഒരൊറ്റ ആളെ സന്ദർശിക്കാൻ പോയതിന്റെ ഈ പറഞ്ഞ നെയ്യത്തോടുകൂടി, പരിശുദ്ധമായ നെയ്യത്തോടുകൂടി, ആരെയും സോപ്പിടാനല്ലാതെ സന്ദർശിക്കാൻ പോയാൽ രോഗിയായ ഒരു മുസ്ലിം, ഇല്ല സല്ല അലൈഹി 70,000 മലക്കിൻ, 70,000 മലക്കുകൾ, ഹത്താ യുംസിയ, രാവിലെ പോയാൽ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കും. 70,000 മലക്കുകൾ. കൗതുകം തോന്നില്ല ഞങ്ങൾക്ക്? ഇതിവിടെ നടക്കുന്നുണ്ട് അല്ലേ? ആശുപത്രിയിലൊക്കെ നമ്മളെ പെണ്ണുങ്ങളൊക്കെ എൻ്റെ റബ്ബേ രോഗിനെ കാണാൻ പോവാന്ന് പറഞ്ഞാണ്ട് പോക്ക 5ഉം 10ഉം ഉണ്ടാവും ഒന്നായിട്ട്. ഇപ്പൊ അതിന് കേട്ടൂലെന്ന് തോന്നുന്നു മെഡിക്കൽ കോളേജിലൊന്നും. എന്താ രോഗിനെ കാണാൻ പോവുക, ഇവരെല്ലാരും കൂടി ഇങ്ങനെ വരിക. പ്രതികളുള്ള കാര്യമാണ്, പോയിക്കോ. പക്ഷെ അതിൻ്റെതായ നിയ്യത്ത് വേണം. ആരെയും സോപ്പിടാനാവരുത് കേട്ടോ. രോഗിയെയോ രോഗിന്റെ ആൾക്കാരെയോ. മുമ്പ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അമ്മ മരിക്കാൻ കിടന്നപ്പം റീത്ത് ചെയ്ത് പോയതുണ്ട്. അപ്പൊ ചെന്നപ്പം പഞ്ചായത്ത് പ്രസിഡന്റാണ് മരിച്ചത്. അപ്പം വേഗം റീത്ത് മടക്കി കൊടുത്ത്. കാരണം അമ്മ മരിച്ചാൽ ഇത് കാണും പഞ്ചായത്ത് പ്രസിഡന്റ്. പിന്നെ എന്തെങ്കിലും പഞ്ചായത്തിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോയാൽ ഈ റീത്ത് സമർപ്പിച്ചവർക്ക് എന്തെങ്കിലും കാര്യം കിട്ടും. അതിനാപ്പം പോയത്. അപ്പൊ ചെന്ന് നോക്കുമ്പോൾ അമ്മ അല്ല മരിച്ചത്, പഞ്ചായത്ത് പ്രസിഡന്റാണ്. പിന്നെ ഇതിനെ റീത്ത് വെക്കുന്നത് എന്തിട്ടാ? അത്രയും ദുഷിച്ച മനസ്സുമായി ഞാൻ റീത്ത് വെക്കുന്ന ഏറ്റവും വലിയ സൽക്കർമ്മം പറഞ്ഞല്ലോ കേട്ടോ. റീത്ത് വെക്കലൊക്കെ ജാഹിലിയത്താ. മുസ്ലിങ്ങൾക്ക് റീത്ത് വെക്കുന്നവരുണ്ട്, സംഘടനന്റെ ആൾക്കാരൊക്കെ അല്ലേ, ഒക്കെ ജാഹിലിയത്താ. ഇസ്ലാം വരുന്നതിന് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സമ്പ്രദായങ്ങളാണ്. അതൊന്നും ഇസ്ലാം പഠിപ്പിച്ചതല്ല കേട്ടോ. അപ്പൊ ഏതായിരുന്നാലും റസൂലുള്ള പറയാണ് 70,000 മലക്കുകൾ രാവിലെ പോയാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും വൈകുന്നേരം വരെ. ഇനിയോ വൈൻ ആദഹു അഷിയ, ഒരാൾ വൈകുന്നേരം സന്ദർശിച്ചാലോ ഇല്ലാ സല്ല അലൈഹി 70,000 മലക്ക്, അപ്പോഴും 70,000 മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹത്താ യുസ്ബിഹ, നേരം പുലരുവോളം. വൈകുന്നേരം പോയാൽ നേരം പുലരുവോളം അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ അറിയാണ്ട്, നമ്മൾ പറഞ്ഞിട്ടല്ല, അതാണ് നിങ്ങൾ അറിയേണ്ടത് കേട്ടോ. വക്കാന ലഹു ഹരീഫുൻ ഫിൽ ജന്ന, പോരാ, അതിന് പുറമെ അവർക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തോപ്പിലെ പഴവർഗ്ഗങ്ങൾ അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു സഹോദരനെ സന്ദർശിച്ച വിശ്വാസി കേട്ടോ. അത് എന്നിട്ടോ ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങൾ കേട്ടോളൂ. അതും കൂടി കേട്ടുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് 1-ാം ഖുത്ബ അവസാനിപ്പിക്കാം. അതെന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഒരുപാട് ആളുകൾക്ക് അവരുടെ അഭാവത്തിൽ പ്രാർത്ഥിച്ചു അല്ലേ? നമ്മളോട് വസിയത്ത് ചെയ്ത ആളുകളൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല. നമ്മൾ ഒരുപാട് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങളെല്ലാവരും കൽബറിഞ്ഞുകൊണ്ട് അള്ളാഹിനോട് ആമീൻ പറഞ്ഞു ഇല്ലേ? പറഞ്ഞു ഞാൻ വിചാരിക്കുന്നുണ്ട്.
നിങ്ങളെ മനസ്സിന്റെ ഉള്ളന്തരാളത്തിൽ തട്ടിക്കൊണ്ട് പടച്ചോനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു അഭാവത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ റസൂൽ പറയാ ഇന്ദ റസി മലക്കുൻ, ആ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ തലക്കടുത്തൊരു മലക്കുണ്ടാവും, തലന്റെ അടുത്ത്. ഇന്ദ റസി മലക്കുൻ മുവക്കൽ, അള്ളാഹു ഏൽപ്പിച്ചതാണ് ആ മലക്കിനെ. ഇങ്ങനെ മറ്റുള്ളവരുടെ അഭാവത്തിൽ പടച്ചോനെ നീ അവർക്ക് ഹൈറ് കൊടുക്കണേ, പടച്ചോനെ അവരെ നീ കട്ടപ്പെടുത്തരുത് നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ അള്ളാഹു ഏൽപ്പിക്കട്ടൊരു മലക്കുണ്ട്. അത് അദ്ദേഹം ആ മലക്ക് എന്റെ തലക്കുഭാഗത്തുണ്ട്. കുല്ലമാ ദാലി അഖീഹി, തന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം കാലൽ മുവക്കൽ മലക്കുബി, ഏൽപ്പിക്കപ്പെട്ട മലക്ക് ഇവന് വേണ്ടി പ്രാർത്ഥിക്കും. ആമീൻ, പടച്ചോനെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കണേ. നമ്മൾ വേറൊരാൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മളുടെ തലക്ക് ഭാഗത്ത് അള്ളാഹു ഏൽപ്പിക്കപ്പെട്ട മലക്ക് പടച്ചോനെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കണേ എന്നിട്ട് പറഞ്ഞിട്ട് എന്താ പറഞ്ഞറിയോ, വലക്കലി മിസ്ലിക്, നീ ചോദിച്ച അതേ അനുഗ്രഹങ്ങൾ അള്ളാഹു നിനക്കും നൽകട്ടെ എന്ന് മലക്കുകൾ ഇങ്ങോട്ട് പ്രാർത്ഥിക്കും. അൽഹംദുലില്ലാഹ്, എല്ലാം പഠിക്കുകയും എല്ലാം ജീവിതത്തിൽ പകർത്തുകയും ചെയ്തുകൊണ്ട് യഥാർത്ഥ സത്യവിശ്വാസികളായിക്കൊണ്ട് മലക്കുകളുടെ പ്രാർത്ഥന ലഭ്യമാകുന്ന നല്ല മുഅ്മിനീങ്ങളിൽ, നല്ല മുത്തഖീങ്ങളിൽ, നല്ല മുഖ്ബിത്തീങ്ങളിൽ, നല്ല മുഹ്സിനീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബിന്റെ കോടതിയിലേക്കുള്ള യാത്ര, സ്വർഗത്തെക്കുറിച്ച് സന്തോഷവാർത്ത അറിഞ്ഞുകൊണ്ട് പോകാൻ അള്ളാഹു തുണക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിൽ മുഅ്മിനീന വഹദ അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസികും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ഒരിക്കൽ കൂടി ശ്രദ്ധയോടെ, സൂക്ഷ്മതയോടെ, രഹസ്യ പരസ്യ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. നമ്മൾ കേട്ട ആയത്തിൽ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അള്ളാഹുവെ നീ വിശ്വാസികൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്ത ആ സ്വർഗത്തിൽ നീ അവരെ പ്രവേശിപ്പിക്കണേണ്. സൂറത്ത് തൗബയിൽ അള്ളാഹു പറയുന്നു, വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, തൗഹീദുള്ള ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വിശ്വാസികൾക്കും വിശ്വാസികൾക്കും അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ജന്നാത്തിൻ തജ്രീമിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകുന്ന സ്വർഗാരാമം ആണിനും പെണ്ണിനും മരിച്ചു വരുന്ന എല്ലാ മുഅ്മിനും മുഅ്മിനത്തിനും അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. റിദ്വാനും മിനല്ലാഹ് പോരാ, മസാക്കിനു തയ്യിബ, ഏറ്റവും നല്ല മനോഹരമായ സ്വർഗത്തിലെ പാർപ്പിടവും. ഇവിടുത്തെ പാർപ്പിടല്ല, അള്ളാഹുവിന്റെ സ്വർഗത്തോപ്പിലെ പാർപ്പിടവും മുവഹിദുകളായി മരിച്ചു പിരിയുന്ന ആണിനും പെണ്ണിനും അള്ളാഹു ഒരുക്കിയിരിക്കുന്നു. റിദ്വാനും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ഏറ്റവും വലിയ തൃപ്തി. ആ മനുഷ്യൻ അള്ളാഹു അവിടുന്ന് തൃപ്തിപ്പെടുകയാണ്. അതിൽ കവിഞ്ഞെന്താ വേണ്ടത്? എന്നിട്ടല്ല പറയാണ്, ദാലിക ഹുവൽ ഫൗസുൽ അലീം, അത് വലിയ വിജയമാണ്. ഒരാൾക്ക് മുവഹിദായി അയാൾ മരിക്കുന്നു, അയാൾ അള്ളാഹുവിന്റെ വാഗ്ദാനം ചെയ്ത സ്വർഗത്തോപ്പിലെത്തുന്നു. ആ വാഗ്ദാനം ചെയ്ത സ്വർഗം പടച്ചോനെ നീ അവർക്ക് വേണ്ടി കൊടുക്കണേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുന്നു. എന്തെല്ലാം പൂരങ്ങളല്ലേ! എന്നാലോ ഈമാൻ ഇല്ലാതെ, തൗഹീദ് ഇല്ലാതെ, വിശ്വാസം കൽബിലില്ലാതെ എത്രയോ ആളുകൾ നിസ്കരിക്കുന്നുണ്ട് അല്ലേ? അല്ല പറഞ്ഞില്ലേ, കൽബിൽ ഈമാൻ ഇല്ലാണ്ട്, അല്ല ഇല്ലാണ്ട് നിസ്കരിക്കുന്ന എത്ര ആൾക്കാർ നിങ്ങൾ ചോദിച്ചു? അത്തരം ആളുകൾ മുനാഫിക്കീങ്ങളാണ്, അറിയാലോ. അവർ നിസ്കരിക്കാൻ ഖുർആൻ പറഞ്ഞ ഇദാ കുന്തും ഇല സലാത്തി ഖാമു കുസാല, ഒരു നിസ്കരിക്കാൻ കയ്യെട്ടിയ മടിയന്മാരായിട്ടാണ് നിൽക്കുക. യുറാഊന നാസ്, അവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നിസ്കരിക്കുക. ഒരു നിസ്കരിക്കുന്ന അള്ളാഹ്ക്ക് വേണ്ടിയല്ല, ജനങ്ങളെ കാണിക്കാനാണ്. ഞാനൊരു നിസ്കാരക്കാരനാണെന്ന് വരുത്താൻ. അത് ഈമാനുള്ളവരല്ല. അവർക്കും അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സൂറത്ത് തൗബയിൽ തന്നെ കേട്ടോളൂ, വഅദല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖാത്ത്, കപട വിശ്വാസിനികളായ ഈമാൻ കൽബിലില്ലാത്ത ആണിനും പെണ്ണിനും അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വൽ കുഫാർ, കാഫറുകളായി ജീവിക്കുന്ന ആണിനും പെണ്ണിനും. നാറ ജഹന്നം, നരകാഗ്നി അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. ഖാലിദീന ഫീഹ, അതിലവർ ശാശ്വതവാസികളാണ്. ഹിയ ഹസ്ബുഹും, അത് അവർക്ക് മതിയായ ശിക്ഷയാണ്. മുനാഫിക്കുകളായി ജീവിച്ചു, അള്ളാനെ കൽബിൽ കൊണ്ടുവരുന്നില്ല, മനസ്സിൽ അല്ലല്ല. അങ്ങനെ എത്ര ആളുണ്ട്? അല്ലല്ലാണ്ട് ഉംറക്ക് പോകണമില്ലേ? കൽബിൽ പൈസാണ്ട് മുടക്കുക, ഹജ്ജിന് പോകണമില്ലേ? അല്ലൊന്നും കൽബിലെത്തിയില്ല. കൽബിൽ അള്ളെത്താണ്ട് നോമ്പ് വയ്ക്കുന്നവരുണ്ട്, നിസ്കരിക്കുന്നവരുണ്ട്, ഉംറക്ക് പോകണവരുണ്ട്, ഹജ്ജിന് പോകണവരുണ്ട്. എന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോഴോ പോയതിനേക്കാൾ മോശമായിട്ടാണ് വരിക ഇല്ലേ? അപ്പം മനസ്സിലാക്കണത് ഞാൻ മുനാഫിക്കായി മാറുകയാണ്.
അവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തതാണ് നരകം. എന്നിട്ട് പറഞ്ഞെന്താ അറിയോ? അള്ളാഹുവിന്റെ ശാപവുമുണ്ട്, വലഹും അദാബുൻ മുഖീം, അവർക്ക് ശാശ്വതമായ ശിക്ഷ അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്താ, ഞാര് പ്രാർത്ഥിച്ചാലും മുനാഫിക്കീങ്ങൾക്ക് എത്ര ആര് പ്രാർത്ഥിച്ചാലും അള്ളാഹു മാപ്പ് കൊടുക്കൂല. ആ വിഭാഗം ആളുകളാണ് ഇവർ. കൽബിൽ അള്ളല്ലാണ്ട് നിസ്കരിച്ചു, കൽബിൽ അള്ളല്ലാണ്ട് ഉംറക്ക് പോയി, കൽബിൽ അള്ളല്ലാണ്ട് ഹജ്ജിന് പോയി, കൽബിൽ അള്ളല്ലാണ്ട് സക്കാത്ത് കൊടുത്തു, സദക്ക കൊടുത്തു, ആളെ കാണിക്കാനേ ഞാൻ വലിയ സദക്ക കൊടുക്കുന്ന ആളാണ്, ഞാൻ വലിയ നിസ്കാരക്കാരനാണ്, ഞാൻ 4 ഹജ്ജ് ചെയ്തിന് 8 ഹജ്ജ് ചെയ്തു എന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഞാൻ വെറുതെ ഇങ്ങനെ ബടായി വിടുന്നുണ്ട്. ആരോട് ഒറ്റ ഉംറക്കും ഹജ്ജിനും പോകാൻ ഇതുവരെ വിധിച്ചിട്ടില്ലാത്ത ആളോടാ പറയാ ഞാൻ 12 ഉംറ നിർവഹിച്ചു, ഞാൻ ഇനി പോകാൻ പോവുക. എന്നാ ഓനെയും കൂട്ടിക്കൂടെ? ഓനെ കൂട്ടൂല. ഓൻ 12ാമത്തെ ഉംറക്ക് പോവാണ്. എന്താ വലിപ്പം പറയാനേ? ഇത് വലിപ്പല്ല, ഓൻ മുനാഫിക്കായി മാറുകയാണ്. അപ്പൊ എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഈ മുനാഫിക്കങ്ങൾക്ക് പുറത്തു കൊടുക്കൂല. അപ്പൊ അള്ളാഹ് പറയാണ്, ഇസ്തഗ്ഫിർ ലഹും, മുഹമ്മദ് നീ അവർക്ക് പൊറുക്കലിനെ തേടിയാലും ഔലാ തസ്തഗ്ഫിർ ലഹും, നീ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടിയില്ലേലും ലൻ യസ്തഗ്ഫിർ ലഹും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കൂല. മുനാഫിക്കങ്ങൾക്ക് അള്ളാഹ് പുറത്തു കൊടുക്കൂല. ആര് പ്രാർത്ഥിച്ചാലും, മുഹമ്മദ് നബി പ്രാർത്ഥിച്ചാൽ പോലും അള്ളാഹ് സ്വീകരിക്കൂല. എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് അത് കൗതുകം നമുക്ക് ഉണ്ടാവാൻ വേണ്ടിട്ട് അള്ളാഹ് പറയാണ്, ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ, 70 പ്രാവശ്യം നീ അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചാലും ലൻ യഗ്ഫിർ അല്ലാഹു ലഹും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കൂല. ഒരു വട്ടല്ല, 70 പ്രാവശ്യം നീ, അതിന്റെ ആധിക്യം പറയാനാ, എണ്ണം പറയാനല്ല. എത്ര പ്രാവശ്യം എങ്ങനെ പ്രാർത്ഥിച്ചാലും സ്വീകരിക്കൂല എന്നർത്ഥം കേട്ടോ. എന്താ കാരണം? ദാലിക ബിഅന്നഹും കഫറു ബില്ലാഹി, അവർ അള്ളാഹുവിനെ അംഗീകരിക്കാത്തവരാണ്, റസൂലിനെയും. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, തമ്മാടികളായ ആളുകൾ അള്ളാഹു ഒരിക്കലും സന്മാർഗിലാക്കൂല. അതുകൊണ്ട് മുനാഫിക്കുകളാകുന്നതിന് ഏറ്റവും അള്ളാഹിനോട് പേടിക്കുക, ഭയപ്പെടുക. കൽബിൽ അള്ളാഹിനെ കയറ്റിയിട്ട് അല്ലാഹു അക്ബർ എന്നവന് കൈകെട്ടണം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് സമയമില്ലാത്ത ഭയങ്കര ചൂടെടുക്കുന്ന സമയത്ത് നിങ്ങൾ നിസ്കരിക്കേണ്ട, നിങ്ങൾക്ക് വയറ്റുന്നുണ്ട് നിസ്കരിക്കേണ്ട, അതൊക്കെ കഴിഞ്ഞ് വൃത്തിയായിട്ട്. എന്താ കാരണം? നിങ്ങൾക്ക് അള്ളാഹ് ഞങ്ങളെ കൽബിൽ കൊണ്ടുവരണം. അല്ലാണ്ട് ഒരു പണി തീർക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, മുനാഫിക്കാവും. ആര് പ്രാർത്ഥിച്ചാലും സ്വീകരിക്കൂല, മലക്കുകൾ പോലും പ്രാർത്ഥിക്കൂല. മലക്കുകൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുള്ളൂ? ഇല്ലദീനാമനു, അല്ലേ, വിശ്വസിച്ചവർക്ക്. അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കുക. നമ്മളൊക്കെ ജീവിതത്തിൽ എപ്പോഴും വരാവുന്ന തെറ്റാണ്, നമ്മളൊന്നും അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും അറിഞ്ഞും അറിയാതെയും വന്നു പോകുന്ന പാപങ്ങളിൽ അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബിന്റെ കോടതിയിലേക്ക് പോകുമ്പോൾ മുഅ്മിനായി പോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് ഭൂമിയിൽ നിന്ന് വരുന്ന വൈവിധ്യമാർന്ന മാരകമായ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും രക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.